നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ടാകട്ടെ വന്നത്, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്നത് അനുസരി ഓരോരുത്തരെയൊക്കെ സ്വീകരിച്ച് അങ്ങനെ കൊണ്ട് ഇരുത്തുവാണ്. സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അലോക് അവിടെ നിൽക്കുന്നുണ്ട്. അലോകിനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അലോക് പറഞ്ഞു, ഒരു മിനിറ്റ് ഒന്ന് വരാമെന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുവാണ്. അനുസരി ചുറ്റും നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോന്ന്. അനുസരിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അലോക് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് അനുശ്രീ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് ബാലനോ ഗോമതിയോ ഒന്നും ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. ബാലനൊക്കെ ആണെങ്കിലും ഓരോരുത്തരെയൊക്കെ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഗോമതി, മീനാക്ഷിയും മിത്ര എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവിടെ. അപ്പോൾ ഓരോരുത്തർ വരുന്ന അവരോട് സംസാരിക്കുന്നു, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. എല്ലാവരും കല്യാണത്തിന്റെ തിരക്കിലായിരുന്നു. ആ സമയത്താണ് അനുശ്രീ പതുക്കെ അവിടുന്ന് മുങ്ങിയത്. അങ്ങനെ അനുശ്രീ അലോക് വിളിച്ചിടത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് അനുശ്രീ അലോകിനോട് ചോദിച്ചു, എന്തിനാ അലോക് എന്നെ കാണണമെന്ന് പറഞ്ഞേ, എന്നോട് എന്താ സംസാരിക്കാനുള്ളെന്ന് പറഞ്ഞേ. നീ ഇങ്ങനെ ധൃതിപ്പെടാതെ, നിന്നെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിട്ടാ. കണ്ടില്ലേ, ഇനി ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? ഇതിപ്പം നല്ല കഥയായി, നമുക്കൊന്ന് സംസാരിക്കണ്ടേ? സംസാരിക്കാലോ, പക്ഷെ എനിക്ക് പേടി ഇവിടെ നിന്നിട്ട്. അതെ, ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെ എങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നേ? അതെ, നമുക്ക് ഇങ്ങനെ ഒരു ദിവസം വേണ്ടേ, ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സംഗീതമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട്. അത് വേണമെന്ന് പറയാ. അതാ പറഞ്ഞേ, അതിനിങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് കൂടെ മുങ്ങിയാലോ? മുങ്ങാനോ? എങ്ങോട്ടെ? നമുക്ക് പുറത്തു പോവാം. അലോക് എന്താ പറയണേ? പുറത്ത് പോയിട്ട് നമ്മൾ അന്വേഷിക്കില്ലേ? ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല. സംഗീതിന്റെ തിരക്കല്ലേ. സംഗീത് കഴിയുന്നതിന് മുമ്പ് തന്നെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടേയാക്കാം. എങ്ങനെയുണ്ട്? അതൊന്നും ശരിയാകത്തില്ല. അമ്മ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം തന്നെയാവും. വേണ്ട അലോകെ, അത് വേണ്ട. എനിക്ക് പേടിയാന്ന് പറയാണ്. ഇവിടെ ഇങ്ങനെ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാകത്തില്ല. ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. താൻ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അനുസരിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും അലോക് കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അനുസരിയുടെ മനസ്സിൽ. അങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനാണ് അവിടെ നിന്ന് നന്ദന് ഹേ അലോക് എന്ന് ഒരൊറ്റ വിളി. അലോക് പെട്ടെന്ന് ഞെട്ടിത്തെരിച്ച് നോക്കുവാണ്. തന്നെ ആരാ വിളിച്ചെന്നറിയാൻ വേണ്ടിയിട്ട് നന്ദൻ അലോകിന്റെ അടുത്തേക്ക് വന്നു. അലോക് പെട്ടെന്ന് ചോദിച്ചു, ആരാന്ന് ചോദിക്കുകയാണ്. എന്നെ മനസ്സിലായില്ലേ നിനക്ക്? ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേന്ന് ചോദിക്കുക. നിങ്ങൾ ആരാ? എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയാ. വെറുതെ പറയല്ലേ, ഒന്നും അല്ലെങ്കിലും കൂടെ പഠിച്ച് സഹാബടിയെ എങ്ങനെ മറക്കാൻ പറ്റുമോ എന്ന് നന്ദൻ ചോദിച്ചു. എനിക്ക് നിങ്ങളതിനെ അറിയത്തില്ലല്ലോ. എടാ, നിനക്ക് ഇത്രയ്ക്ക് ഓർമ്മശക്തി ഇല്ലേ? നീ എന്നാലും ആള് കൊള്ളാട്ടോ. നിന്റെ കൊച്ചന്റെ കല്യാണമായിട്ട് നീ എന്നെ അങ്ങോട്ട് മറന്നുപോയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അനുശ്രീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എടാ, ഇതാരാ കൂടെയുള്ള? നിന്റെ ഫ്രണ്ടാണോന്ന് ചോദിക്കുക. അതെ അതെ, എന്റെ ഫ്രണ്ടാന്ന് ചാടി കയറി പറയാ. അല്ല, ഫ്രണ്ടാന്ന് ഇവിടെ വന്ന് നിൽക്കുന്നേ? അത് പിന്നെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഫ്രണ്ട് എന്നാ പൊയ്ക്കോളാൻ പറയാണ്. അനുശ്രീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അലോക് ചോദിച്ചു, നീ ആരാ? എനിക്ക് നിന്നെക്കുറിച്ച് അറിയത്തില്ല. ആ സമയം നന്ദൻ പറഞ്ഞു, ഞാൻ നിന്റെ സഹപാഠിയാന്ന് പറഞ്ഞല്ലോ. എവിടെ പഠിച്ചേ? എവിടെയാ നമ്മൾ രണ്ടും ഒരുമിച്ച് പഠിച്ചേ? അതെനിക്ക് അറിയണം. ഏത് കോഴ്സ്, ഏത് ബാച്ച്, അതൊക്കെ നീ പറ. അതൊക്കെ പറയാം. അതെ, ഒരു കാര്യം ചെയ്യാം, ഫ്രണ്ടിനെ അങ്ങോട്ട് പറഞ്ഞു വിടാദ്യം. ഫ്രണ്ട് പോയിക്കോളാൻ പറയണം. അനുശ്രീ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, അനുശ്രീ പോയിക്കോളാൻ പറയാണ്. അനുശ്രീ ഒരു ഞെട്ടലോടുകൂടി നന്ദനെ നോക്കുകയാണ്. ഭഗവാൻ കൃഷ്ണ എന്നുള്ള കാര്യം അവർക്കൊന്നും അറിയില്ലല്ലോ. ആ സമയം അലോക് പറഞ്ഞു, ഇവളുടെ പേരെങ്ങനെയാ? എടാ, നിന്റെ ഫ്രണ്ടല്ലേ ഞാന്, അപ്പൊ അവളുടെ പേര് എനിക്കറിയാതിരിക്കുവോ? ദേ, അനുശ്രീ പോയിക്കോളാൻ പറയണം. മനസ്സില്ലാ മനസ്സോടെ അനുശ്രീ അങ്ങോട്ടേക്ക് പോയി. ആ സമയം അലോക് പറഞ്ഞു, സത്യം പറ, നീ ഏതാ? നിന്നെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല. നിന്നെ എനിക്ക് മുമ്പ് കണ്ട് പരിചയം പോലും ഇല്ല. പിന്നെ ഏതാന്നൊക്കെ ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ നിന്റെ ഫ്രണ്ടാന്നുള്ള കാര്യം. അതെ, ഇവിടെ എല്ലാ മനുഷ്യന്മാരുടെ ഫ്രണ്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. ഇവരെന്താ ഭ്രാന്തുണ്ടോന്ന് ഓർത്തു. എടാ, നിന്റെ കൊച്ചച്ഛന്റെ കല്യാണമായിട്ട് നീ ഇങ്ങനെ മാറി ഇന്ന് വല്ലത് ശരിയാകുമോ? ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി. അവിടെ 2 ചെയർ കിടപ്പുണ്ടായിരുന്നു. എടാ, ഈ ചെയർ എടുക്കുന്ന ആവശ്യം വരും. എന്തിനാ? എടുക്കാൻ പറയണു. പക്ഷെ അലോക് പറഞ്ഞു, ഇതൊന്നും എന്റെ ഡ്യൂട്ടി അല്ല, അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്. അത് സാരമല്ല, നീ എടുക്കെന്നും പറഞ്ഞുകൊണ്ട് 2 ചെയറുടെ തലയിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുകയാണ്. എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദൻ അവനെ ഒന്ന് വട്ടം കറക്കി കഴിഞ്ഞപ്പോഴത്തേനും തല കറങ്ങുന്ന പോലെ തോന്നി അലോകിന്. പിന്നീട് അലോക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നന്ദനെ കാണുന്നില്ല. ഇവനിത് എവിടെ പോയി? അലോകിനാണെങ്കിൽ സങ്കടമാണോ ദേഷ്യമാണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം നന്ദൻ അവിടെ മാറി എന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അലോക് അതൊന്നും കണ്ടതുമില്ല. കാരണം ആ സമയം തന്നെ ഭഗവാൻ കൃഷ്ണൻ അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അവനിട്ടൊരു പണി കൊടുത്തിട്ട്. അങ്ങനെ ആ സമയത്ത്, ആ കല്യാണം നടക്കുന്ന സമയത്ത് അനുശ്രീയും കൊണ്ട് മുങ്ങാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അലോകിനിട്ട് പണി കൊടുത്തത് തന്നെ. ഇതേ സമയം ശ്രീദേവി വല്ലാതെ വിഷമിച്ച് ഒരു സൈഡിൽ പോയി മാറി നിൽക്കുകയാണ്. ഭാഗ്യം ആ മാനേജർ തന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കുമ്പോഴത്തേനാണ് മാനേജർ മുന്നിൽ നിൽക്കുന്നത്. ഇയാൾ ഇവിടെ വന്നോ? പെട്ടെന്ന് ശ്രീദേവി ചു, അല്ല, സാറ് വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഇവിടെ മാറി നിൽക്കുന്നതെന്നല്ലേ? അത് കേട്ടത് മാനേജർ പറഞ്ഞു, അതെ,
വിളിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ധർമ്മൻ എന്നോട് ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നല്ല സുന്ദരിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്താണല്ലോ വന്നിരിക്കുന്നത്. ധർമ്മം വാങ്ങി തന്നായിരിക്കും കല്യാണത്തിന് ഇട്ടുകൊണ്ട് വരാല്ലേ. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, ആ അന്ന് മാത്രം വെച്ചുള്ളൂ. ശ്രീദേവിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കുറെ തവണ വിളിച്ചിട്ട് കുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ധർമ്മൻ എന്നോട് പറഞ്ഞായിരുന്നു. അല്ല പിന്നെ എങ്ങനെയാ ധർമ്മം വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, എന്തും മറുപടി പറയണം നടത്തില്ല. പിന്നീട് ചോദിച്ചു, അല്ല അതൊക്കെ പോട്ടെ, കുട്ടി അന്ന് തന്നെ ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ നിന്ന് പോയത്. കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഞങ്ങൾ ആ പാടെ ടെൻഷനായിരുന്നു. പിന്നെ ഷോപ്പിലേക്ക് കണ്ടേയില്ല, അതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ശ്രീദേവി ഒന്ന് ആലോചിച്ചു. ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ അല്ല കുട്ടിയുടെ അമ്മയ്ക്ക് വല്ല അസുഖം വല്ലതായിരുന്നു. ആ അതെ അതെ, അമ്മയ്ക്ക് അസുഖമായിരുന്നു പറയണം. അനുജൻ എങ്ങനെയുണ്ട്? ഇപ്പോഴും അതേ കിടപ്പ് തന്നെയാണ്. അതെ. അച്ഛനോ? അച്ഛൻ്റെ ഭ്രാന്തൊക്കെ മാറിയോ? ഓ അത് മാറില്ല സാറേ, അതങ്ങ് മാറാൻ പോകുന്നില്ല. ഭ്രാന്തല്ലേ, അതങ്ങനെ മാറില്ല. അപ്പൊ ഇന്ന് കുട്ടി വന്നപ്പോഴെങ്ങനെയാ? അച്ഛൻ അവിടെ വീട്ടിലുണ്ടോ അതോ? വന്നപ്പോഴുണ്ടായിരുന്നു, തിരിച്ചു ചെല്ലുമ്പോൾ കാണുമോ ഇല്ലയൊന്നും അറിയത്തില്ല. അല്ല കുട്ടിക്ക് എന്നാ പിന്നെ ജോലിക്ക് വരാൻ മേലായിരുന്നോ? ജോലി ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകും? എന്തേലും ജോലി വേണ്ടേ? അത് പിന്നെ ഞാന് ജോലിക്ക് വരണമെന്ന് കരുതിയതാ. വരണമെന്ന് ഓർത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ അന്നത്തെ ദിവസം അച്ഛൻ കെട്ടിലേക്ക് എടുത്തിയാടി. എന്നിട്ടോ എല്ലാരും കൂടെ കൂടി രക്ഷപ്പെടുത്തി എടുത്തു. അതുകൊണ്ടാ സാറേ വരാത്തെ. അച്ഛനെ നോക്കാനായിട്ട് എപ്പോഴും ഒരാൾ വീട്ടിൽ വേണം എന്നൊക്കെ ശ്രീദേവി അപ്പൊ തന്നെ ഒരു കള്ളത്തരം പറഞ്ഞുണ്ടാക്കുവാണ്. ഓ അങ്ങനെയാണല്ലേ. ആ ധർമ്മൻ എന്നോട് പറഞ്ഞായിരുന്നു കുട്ടി കല്യാണത്തിന് വരുമെന്ന്. മാമനോട് താൻ വിളിച്ചില്ല പിന്നെ എങ്ങനെയാ? കുട്ടിയെ ഫോൺ വിളിച്ച് കിട്ടിയ കാര്യമൊക്കെ ധർമ്മൻ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ കുറെ തവണ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ ധർമ്മന് ഭയങ്കര സന്തോഷത്തില. ഇന്ന് എന്താണെങ്കിലും കിട്ടുന്ന തുക മുഴുവൻ കുട്ടിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുട്ടിയുടെ അമ്മയുടെ ചികിത്സയ്ക്ക് അത് ഉപകരിക്കുമല്ലോ. നല്ല കാര്യമെന്ന് ഞാൻ ധർമ്മനോട് പറയുകയും ചെയ്തു. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയാണ്. ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? തൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ഇനി ആ പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലേക്ക് വന്നു. അതേസമയം ഗോമതി ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ നന്ദനെ വിളിച്ചോണ്ട് അങ്ങോട്ട് വന്നു. ഗോമതി, നീ ഒരാളെ പരിചയപ്പെടണമെന്ന് പറഞ്ഞില്ലേ, ഇതാ ആളെന്ന് പറയണ. ഗോമതി നന്ദനെ നോക്കി. എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ തോന്നുവാണ്. പെട്ടെന്ന് ഗോമതിക്ക് കിട്ടിയില്ല എവിടെ വെച്ചാ താൻ കണ്ടേന്ന്. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, എന്തോ ഒരു സംശയം ഉണ്ടെന്ന് തോന്നില്ല മനസ്സിൽ. അത് പിന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നും. ചിലർക്ക് അങ്ങനെയാ, നമ്മളെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും ചിലപ്പോൾ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. അതിനർത്ഥം അവര് നമ്മുടെ മനസ്സിന്റെ കോണി സ്ഥാനം പിടിച്ചെന്നാ. ഗോമതിക്കൊന്നും മനസ്സിലായല്ലോ. ഗോമതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ബാലൻ പറഞ്ഞു, നന്ദന ആള് മിടുക്കന അറിയാലോ. നന്ദന്റെ കൈ പല ചെപ്പടി വിദ്യകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് ഗോമതി, ആഹാ ഇത് കൊള്ളാലോ. അല്ല ശാസ്ത്രമൊക്കെ അറിയാവോ? തത്വങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ ഭാവി എന്ന് പറയാവെന്ന് ചോദിച്ചു. ആ സമയം നന്ദൻ പറഞ്ഞു, അതെ ഭാവി പറയാന്ന് പറഞ്ഞാല് ചില സമയത്ത് എന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നണം. പക്ഷെ ഇപ്പോഴൊന്നും തോന്നുന്നില്ല. അപ്പോഴേക്കും ഗോമതിക്ക് വിഷമായി. വിഷമിക്കൊന്നും വേണ്ട, ഇപ്പൊ തോന്നുന്നില്ലാത്തോണ്ടാ. ഒരു മംഗളകർമ്മം നടന്നുകൊണ്ടിരിക്കുവല്ലേ, അത് നടക്കൂലോ. പിന്നെ ഇനിയിപ്പം വേറൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഗോമതിക്കൊന്നും മനസ്സിലായില്ല. ഗോമതി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഗോമതി വീണ്ടും ഓർത്തു, താൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. ഇപ്പോഴും മനസ്സിൽ ആ ഒരു സംശയം വരുന്നുണ്ടല്ലേ, എന്നെ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. ചിലപ്പോഴെങ്ങനെയാ നമുക്ക് ആരെങ്കിലും നമ്മളൊരു പുതിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും കണ്ടതായിട്ടൊക്കെ തോന്നും. അതിന് നമ്മൾ ദേജാവു എന്ന് പറയും. ബാലൻ ചോദിച്ചു, ദേജാവു അതെന്താ? അല്ല നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ ഓർക്കും, ഇയാളെ നമ്മൾ മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെയുള്ള കുറെ ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനാണ് ദേജാവു എന്ന് പറയുന്നത്. ഇത് കൊള്ളാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു നന്ദനല്ലേ? അതെ, ഇതൊക്കെയല്ല പല കാര്യങ്ങളും എനിക്കറിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ബാലേട്ട ആള് കൊള്ളാലോ എന്ന് പറയാണ് നന്ദന്. ഇത് കേട്ടപ്പോ നന്ദൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ സമയം ധർമ്മം നോക്കിക്കഴിഞ്ഞപ്പോ കുറെ അത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്ത് മാറ്റണമല്ലോ, കുറെ ആയല്ലോ എന്നൊക്കെ ഓർത്തു. അങ്ങനെ ഇത് ആരെ വിളിക്കുമെന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ശ്രീദേവി അവിടെ പാത്തും പതുങ്ങി നിൽക്കുന്ന കണ്ടു. പെട്ടെന്ന് ശ്രീദേവി അടുത്തേക്ക് ധർമ്മം വന്നു. ദേവി എന്ന് പറഞ്ഞ തോളത്ത് തട്ടി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ദേവി ഞെട്ടിപ്പോയി. ദേവി തിരിഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ എന്നോട് ക്ഷമിക്കണം, അത്യാവശ്യം ഒരു സാഹചര്യത്തിൽ ഞാൻ ജോലി രാജിവെച്ചാന്ന് പറയണ. ഇതെന്തൊക്കെ ദേവി പറയണെന്ന് ധർമ്മൻ ചോദിച്ചു. പെട്ടെന്ന് ധർമ്മനെ കണ്ടുകഴിഞ്ഞപ്പോ ശ്രീദേവി ഞെട്ടിപ്പോയി. അത് പിന്നെ മാമ, അല്ല ജോലി രാജിവെച്ചെന്നോ? IT കമ്പനിയിൽ ജോലി രാജിവെച്ചോ? എന്തൊക്കെയാ പറയണേ? ഇല്ല. പിന്നെന്താ ഇപ്പൊ പറഞ്ഞേ? അത് പിന്നെ ഞാനുണ്ടല്ലോ, മാമന്റെ കല്യാണമാണല്ലോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് നുണ പറയണം. മാമന്റെ കല്യാണത്തിന് ലീവ് എടുക്കണമല്ലോ. അപ്പൊ ലീവ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ട് നിന്നാ. ലീവ് എടുക്കുന്നതിനെ കുറിച്ചോ? അതും ജോലി രാജിവെക്കുന്ന തമ്മിൽ എന്താ ബന്ധം? അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ മാറിപ്പോയതോ. ഓ അങ്ങനെയാണല്ലേ. അത് കൊള്ളാം.
അല്ല, എന്നാലും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്താ മാമ? ദൈവമേ, മാമൻ വിടുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. ഏ, എന്തോ ഇനിയിപ്പോ എന്ത് കള്ളത്തരം പറയും എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സറിയാം. എന്നാലും ജോലി അത്രയും നല്ല ഐ ടി കമ്പനിയിൽ ജോലിയുടെ കാര്യമേ. അല്ല, ലീവ് എടുക്കണമെങ്കിൽ 2-3 ദിവസം എടുത്താൽ പോരെ? ആ, അതെ അതെ. അല്ല, പിന്നെ എന്തിനാ ഇവിടെ വന്ന് പതുങ്ങി വന്ന് നിൽക്കുന്ന പോലെ തോന്നിയത്? എന്താ പതുങ്ങി നിന്നേന്ന് ചോദിക്കുക. പതുങ്ങി നിന്നോ? ഞാനോ? ഏ, അത് മാമന് തോന്നിയതാ. ഇല്ലെന്നേ, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അതാണോ? അത് പിന്നെ ഈ ലീവ് ലെറ്ററെ എഴുതുന്ന എങ്ങനെയാന്ന് ഞാൻ ആലോചിക്കുവായിരുന്നേ. 2-3 ദിവസം വേണമല്ലോ. വലിയ ഐ ടി കമ്പനിയൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് മാറിയുന്ന. അവിടെയൊക്കെ ഭയങ്കര ബഹളമല്ലേ. അതിനിടയ്ക്കിലേക്ക് പോയി തലയിടണ്ടുള്ളൂ എന്ന് കരുതിയിട്ട് തറം പറഞ്ഞാ എന്നാ ആയിക്കോട്ടെ, ബാ, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. എന്തിനാ? അവിടെ കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം. അതെ, ആ കുട്ടി വന്നിട്ടുണ്ട്, ആ കുട്ടിയെ കൊടുക്കണം. കുട്ടി? ഏത് കുട്ടി? ഞാൻ പറഞ്ഞില്ലേ, ആ റെസ്റ്റോറന്റ് വെച്ച് പരിചയപ്പെട്ട ആ കുട്ടി. ആ കുട്ടിക്ക് കൊടുക്കണോന്ന്. ആ കുട്ടീനെ മാമൻ വിളിച്ചിട്ട് കിട്ടിയോ? അപ്പം വിളിച്ചെന്നേ, ആ കുട്ടി എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചായിരുന്നു. അത് മാത്രമല്ല, അവൾ ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ, ആ കവറെല്ലാം കൂടെ ബാഗിനകത്ത് ആക്കി വെക്കണം. പിന്നീട് ആ കുട്ടിക്ക് എടുത്ത് കൊടുത്താ പോരെ? അല്ല മാമ, അപ്പൊ ആ കുട്ടി മാമനെ കണ്ടോ? പിന്നെ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തില്ലേ? എന്നിട്ട് എവിടെ? ഇവിടെ എവിടെ ഉണ്ടെന്ന് പറയണേ. ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് ശ്രീദേവിയെ വിളിച്ചു. അല്ല മാമ, എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു ശ്രീദേവി ഇന്നെങ്കിലും ധർമ്മൻ അത് മൈൻഡ് ആക്കാതെ അങ്ങോട്ട് പോയി. ശ്രീദേവി ആലോചിച്ചു, എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. തന്റെ പേരിൽ ആരോ വേഷം മാറി വന്നിട്ടുണ്ട്. അത് ആരാ എന്താണെന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ടെൻഷൻ ശ്രീദേവിക്ക് ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോ ഉദയഭാന്റെ അടുത്തേക്ക് ശ്രീകല വന്നിട്ട് പറഞ്ഞു, എല്ലാം ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞെന്ന് പറയാ. എന്താ? ദേവി കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്ത്? ആ ധർമ്മം പറഞ്ഞു. എന്ത് കാര്യം പറഞ്ഞെന്ന് നീ പറയണേ? അതെ, റെസ്റ്റോറന്റിലെ ആ പെങ്കൊച്ച് അവൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അതറിഞ്ഞോ? അതേനെ, ധർമ്മം പറഞ്ഞു. അവളെ കല്യാണം വിളിച്ചു, അവൾ വന്നെന്നൊക്കെ. ദേവിക്ക് സംശയമായിട്ടുണ്ട് ഇപ്പൊ തന്നെ. നമ്മളെങ്ങനെ സംശയിക്കും? നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാന്ന് പറയണ. അപ്പോഴേക്ക് ഉദയഭാനു പറഞ്ഞു, അതെങ്ങനെ ശരിയാ ശ്രീകലെ? നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടാ ശരിയാകത്തില്ല. ഇടി, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കില്ലേ? പൈസ വേണ്ടേ? ദേ, പൈസ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ദേവി വന്നിട്ട് ഇനി എന്തൊക്കെ പറയും ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നോക്ക്. എടി, നമ്മളൊരു കാര്യമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കണം. എന്നിട്ട് വേണം പോവാനായിട്ട്. അല്ലാതെ പാതി വഴി ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല ചെയ്യുന്നേ. ദേ മനുഷ്യ, അവൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ പറയും നിങ്ങൾക്ക് അറിയാവോ? അതൊക്കെ പോട്ടെ. അല്ല, ഒരു കാര്യം ഉറപ്പാ. എന്ത്? നമ്മുടെ മോളല്ലേ ദേവി. അവള് ലാലിയെ എന്താണെങ്കിലും കണ്ടുപിടിക്കും. അവൾ അന്വേഷിക്കും ആരാ എന്താ ഏതാന്നൊക്കെ. ഉറപ്പായിട്ടും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, എന്റെ മനുഷ്യ, അത് ഉറപ്പുള്ള കാര്യമല്ലേ? നമ്മുടെ മോളല്ലേ, അവള് വെറുതെ ഇരിക്കുവോ? അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എടി, ലാലിയെ കാണരുത് ഒരു കാരണവശാലും ദേവി. ഇനിയിപ്പൊ കണ്ടാൽ പോലും കണ്ടുപിടിച്ചാൽ പോലും നമ്മളൊരു തന്ത്രം പ്രയോഗിക്കണം. തന്ത്രമോ? അതേന്നെ, നമ്മൾ മൂന്നാമതൊരു പ്ലാനും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അതും കൂടെ നമ്മൾ വർക്കാക്കണം. നീ ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഇനിയിപ്പോൾ കണ്ടുപിടിച്ചാൽ പോലും ദേവി നമ്മുടെ അടുത്തേക്ക് വന്നാൽ പോലും നമുക്ക് പറഞ്ഞു വയ്ക്കാനായിട്ടൊരു കാരണമുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയണം. പക്ഷേങ്കിൽ ശ്രീകലയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ സമയത്ത് ശ്രീദേവി ആരാണ് തനിക്ക് പകരക്കാരിയായിട്ട് ഇവിടെ വന്നതെന്ന് അന്വേഷിച്ചാലോടെയൊക്കെ നടക്കുവാണ്. അപ്പോഴേക്കും നന്ദൻ അവളുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.